السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ സാദുൽ മആദ് എന്ന കിതാബിൻ്റെ മുഖ്തസറാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദർസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിലുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ മാതൃകകൾ, അതിൽ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തക്ബീർ ചൊല്ലുന്നതും അതിനുശേഷം ഇസ്തിഫ്താഹിന്റെ ദുആകൾ അഥവാ പ്രാരംഭ പ്രാർത്ഥന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയിരുന്ന വ്യത്യസ്തമായ പ്രാരംഭ പ്രാർത്ഥനകളും നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞത് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ മുഖ്തസറായി കൊടുത്തിട്ടുള്ള ഭാഗങ്ങളാണ് വായിക്കുന്നത്. വകാന യഖൂലു ബഅദ ദാലിക്, അതിനുശേഷം അഥവാ ഇസ്തിഫ്താഹിന്റെ ദുആഇന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ثم يقرأ الفاتحة. ഇസ്തിഫ്താഹിന്റെ ദുആ കഴിഞ്ഞാൽ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയാറുണ്ട്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാറുണ്ട്. അത് ഉറക്കെയല്ല, ഖുർആൻ പാരായണം തുടങ്ങുന്നതിന് മുമ്പ് ഇസ്തിആദ, പിശാചിൽ നിന്ന് രക്ഷ തേടുക എന്നുള്ളത് അല്ലാഹു തആല സൂറത്തുൻ നഹ്ലിലെ 98-ാമത്തെ ആയത്തിലൂടെ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഫൈദാ ഖറഅതൽ ഖുർആൻ ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇസ്തിആദ, പിശാചിൽ നിന്ന് ഇസ്തിആദ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാറുണ്ട്. ثم يقرأ الفاتحة, പിന്നെ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യും. وكان يجهر بسم الله الرحمن الرحيم تارة ويخفيها أكثر. بسم الله الرحمن الرحيم എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ പാരായണം ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ. എന്നാൽ അധിക നിസ്കാരങ്ങളിലും, ഉറക്കെ ഓതുന്ന നിസ്കാരങ്ങളിൽ അധിക നിസ്കാരങ്ങളിലും അത് ശബ്ദം കുറച്ച് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തിരുന്നത്. അഥവാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഉറക്കെ പാരായണം ചെയ്യണമോ അതോ പിന്നെ പതുക്കെയാണോ പാരായണം ചെയ്യേണ്ടത് എന്ന വിഷയത്തിൽ ഉലമാക്കൾക്കിടയിൽ ഖിലാഫുള്ള, അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പരിശോധിച്ചു നോക്കുമ്പോൾ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞതുപോലെ ചുരുക്കം ചില സന്ദർഭങ്ങളിലാണ് ഉറക്കെ ഫാത്തിഹ ഓതിയതായിട്ട് വന്നിട്ടുള്ളത്. അതല്ലാതെയുള്ള അധിക സന്ദർഭങ്ങളിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് പതുക്കെയാണ് ഓതിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നിവരെല്ലാം നിസ്കാരം ആരംഭിച്ചിരുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അഥവാ ഫാത്തിഹയുടെ പാരായണം ആരംഭിച്ചിരുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങിയിട്ടാണ് എന്ന് ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ബസ്മല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് പതുക്കെ ഓതലാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. ഉറക്കെ ഓതി എന്നതുകൊണ്ട് എന്തല്ല, തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല. ഈ ഒരു അഭിപ്രായത്തിലാണ് ഫാത്തിഹയിൽ പെട്ട ആയത്താണോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതല്ല എല്ലാ സൂറത്തുകളെയും വേർതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയത്തായിട്ട് ഫാത്തിഹയിൽ പ്രത്യേകമായിട്ടുള്ളതല്ല അല്ലാതെയുള്ളതാണോ എന്ന ചർച്ച വന്നിട്ടുള്ളത്. അപ്പോൾ ബിസ്മില്ല എന്നുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പതുക്കെ ഓതണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെല്ലാം അഭിപ്രായപ്പെട്ടതും കൂടുതൽ ശരിയായി നമുക്ക് മനസ്സിലാകുന്നതും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഫാത്തിഹയുടെ ആയത്തിൽപ്പെട്ടതല്ല, ഫാത്തിഹയുടെ ആയത്തിൽ പെട്ടതല്ല. അത് സൂറത്തുകളെ വ്യത്യാസപ്പെടുത്തി ഓതുമ്പോൾ ആരംഭിക്കുന്ന ഒരു വചനമായിട്ടാണ് ഓതിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കെ ഓതാതിരുന്നത്, അതുപോലെ ഖലീഫമാരും ഉറക്കെ ഓതാതിരുന്നത്. വകാനത് ഖിറാഅതുഹു മദ്ദൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരായണം നീട്ടിക്കൊണ്ടുള്ളതായിരുന്നു. യഖിഫു ഇൻദ കുല്ലി ആയത്തിൻ വയമുദ്ദു ബിഹാ സൗതഹു, ഓരോ ആയത്തിലും അഥവാ ഖുർആനിലെ ഓരോ ആയത്തായിട്ട് നമുക്ക് ആയത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുമല്ലോ, അങ്ങനെ ഓരോ ആയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർത്താറുണ്ട്. അതുപോലെ തന്നെ നീട്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതാറുള്ളത്.
പെട്ടെന്ന് ഒരായത്തിനോട് മറ്റേ ആയത്ത് യോജിപ്പിച്ചിട്ടല്ല, ഓരോ ആയത്തും നീട്ടി സാവധാനം മുഫസ്സറത്തായിട്ട്, അഥവാ ഒരായത്തിനെ കുറിച്ച് ആശയം ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിൽ ഖുർആൻ പാരായണം ചെയ്തിരുന്നത്. ഫൈദാ ഫറഗ മിൻ ഖിറാഅത്തിൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഖാല ആമീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയാറുണ്ടായിരുന്നു? ആമീൻ എന്ന് പറയാറുണ്ടായിരുന്നു. ഫൈൻ കാന യജ്ഹറു ബിൽ ഖിറാഅത്തി റഫഅ ബിഹാ സൗതഹു, ഉറക്കെ ഓതുന്ന നിസ്കാരങ്ങളിൽ ഉറക്കെ ശബ്ദമുയർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന് പറയാറുണ്ട്. വഖാലഹ മൻ ഖൽഫഹു, പിന്നിലുള്ള മഅ്മൂമീങ്ങൾ സ്വഹാബികളും ആ ആമീൻ എന്നുള്ളത് ഉറക്കെ പറയാറുണ്ടായിരുന്നു. അപ്പൊ ആമീൻ ഉറക്കെ പറയണ്ട എന്ന ചില ആളുകളുടെ അഭിപ്രായം അത് ശരിയല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ ആമീൻ പറയാറുണ്ട്, അതോടൊപ്പം തന്നെ സ്വഹാബികളും പറയാറുണ്ട്. നമ്മൾ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരായണത്തെ പറ്റി പറഞ്ഞല്ലോ, ദൈർഘിപ്പിച്ചിട്ട് നീട്ടിക്കൊണ്ട് ഓരോ ആയത്തിലും നിർത്തിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യാറുള്ളത്. അതിൽ തന്നെ രാത്രി നിസ്കാരത്തിലും അതുപോലെ നഫ്ലുകളായ നിസ്കാരത്തിലുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തിന്റെ സന്ദർഭത്തിൽ അദാബിന്റെ ആയത്താണെങ്കിൽ, നരകശിക്ഷയെ പറ്റിയുള്ള ആയത്തെങ്ങാനുമാണെങ്കിൽ നരകശിക്ഷയിൽ നിന്ന് രക്ഷ തേടാറുണ്ടായിരുന്നു. സ്വർഗത്തെ പറ്റിയോ മറ്റുള്ള അനുഗ്രഹങ്ങളെ പറ്റിയോ ഉള്ള ആയത്തുകളാണെങ്കിൽ അള്ളാഹുവിനോട് സ്വർഗം ചോദിച്ച് അതുപോലെ അള്ളാഹുവിന്റെ കാരുണ്യത്തെ ചോദിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പൊ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നരകത്തിനെ പറ്റി ഒരു ആയത്ത് വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിൽ നിന്ന് രക്ഷ തേടും. സ്വർഗത്തെ പറ്റി വന്നാൽ സ്വർഗം ചോദിച്ചുകൊണ്ട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. അത് നിർബന്ധ നിസ്കാരങ്ങളിലല്ല, രാത്രി നിസ്കാരങ്ങളിലോ നഫ്ലുകളിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്ന കാര്യമാണ്. വകാന ലഹു സക്തതാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആൻ പാരായണത്തിന്റെ സമയത്ത് ആ ഖുർആൻ പാരായണത്തിന്റെ ഇടയിലായിക്കൊണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ നിസ്കാരത്തിലെ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് വകാന ലഹു സക്തതാൻ, രണ്ട് സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശബ്ദത പാലിക്കുന്ന സമയം ഉണ്ടാവാറുണ്ട്. സക്തതുൻ ബൈന തക്ബീരി വൽ ഖിറാഅ, തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞ് ഖുർആൻ പാരായണം ആരംഭിക്കുന്നതിന് മുമ്പ് അഥവാ ഇസ്തിഫ്താഹിന്റെ ദുആ ചൊല്ലി കഴിഞ്ഞതിന് ശേഷം തന്നെ ഒരു കുറഞ്ഞ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഗ്യാപ്പ് ഇടാറുണ്ട്. കുറച്ചു നേരം ഖുർആൻ പാരായണം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു സമയം അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരങ്ങളിൽ ഉണ്ടാകാറുണ്ട്. വഖ്തുലിഫ ഫി സാനിയ, രണ്ടാമത്തെ നിശബ്ദത ഉണ്ടാകുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫറുവിയ ബഅദൽ ഫാത്തിഹ, ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് ഫാത്തിഹ പാരായണത്തിന് ശേഷമാണ്, അഥവാ ഫാത്തിഹ പാരായണത്തിന് മുമ്പ് കുറച്ച് സമയം ഒരു ഗ്യാപ്പ്, ഒരു നിശബ്ദത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാവാറുണ്ട്. രണ്ടാമത്തേത് ഫാത്തിഹ പാരായണത്തിന് ശേഷമാണ് എന്നൊരു അഭിപ്രായമുണ്ട്. വറുവിയ അന്നഹ ഖബ്ല റുക്കൂ, അതല്ല ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് പാരായണം ചെയ്യുന്നതിന് ശേഷവും റുക്കൂയിലേക്ക് പോകുന്നതിന് മുമ്പാണ് ആ കുറച്ച് സമയം ഒരു നിശബ്ദത പാലിക്കാറ് എന്നും കാണാം. വഖീല, ചില പറയപ്പെടുന്നത് ബൽ സക്തതാനി ഗൈറുൽ ഊല, ഒന്നാമത്തെ നിശബ്ദത അഥവാ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി കുറച്ചു നേരം ഒരു നിശബ്ദത അതല്ലാതെ തന്നെ രണ്ടെണ്ണമുണ്ട് എന്ന അഭിപ്രായവും വന്നിട്ടുണ്ട്. വവാഹിറു അന്നഹുമ സ്നതാനി ഫഖത്ത്, എന്നാൽ നമുക്ക് പ്രകടമായി മനസ്സിലാകുന്നത് രണ്ട് തവണയാണ് നിശബ്ദത പാലിച്ചിട്ടുള്ളത്. വമ്മ സാലിസതു, മൂന്നാമത്തേത് ഫലതീഫത്തുൻ, അത് ഒന്ന് പാരായണത്തിന് ശേഷം റുകൂയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് ശ്വസിക്കാനുള്ള സമയം മാത്രമാണ്. ലിഅജ്ലി തറാദി നഫസ്, ഒന്ന് ശ്വാസം വിടാനുള്ള സമയം മാത്രമേ സൂറത്ത് പാരായണം ചെയ്തതിന് ശേഷം റുക്കൂവിന് മുമ്പായിട്ട് ഉണ്ടായിട്ടുള്ളൂ. അതായത് ആ ഓത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് തവണ നിശബ്ദത പാലിക്കുന്ന സമയമുണ്ട്. ഒന്ന് തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം
പാരായണം തുടങ്ങുന്നതിനിടയിൽ കുറച്ചു നേരം, അത് കഴിഞ്ഞ് ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് തുടങ്ങുന്നതിനിടയിൽ കുറച്ചു നേരം, പിന്നെ സൂറത്ത് കഴിഞ്ഞ് റുക്കുവിന് മുമ്പായി ഒന്ന് ശ്വസിക്കാനുള്ള സമയം മാത്രം ഉണ്ടാകാറുണ്ട്. ഫമൻ ലം യദ്കുർഹ ഫലിഖസ്രിഹ, അത് പ്രത്യേകമായി പറഞ്ഞില്ല എന്ന് മാത്രം. മൂന്നാമത്തേത് ഫൈദാ ഫറഗ മിൻ ഖിറാഅത്തിൽ ഫാത്തിഹ, അങ്ങനെ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അഖദ ഫീ സൂറത്തിൻ ഗൈരിഹ, മറ്റേ ഏതെങ്കിലും ഒരു സൂറത്ത് പാരായണം ചെയ്യും. ഫാത്തിഹ പാരായണം ചെയ്തു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും സൂറത്ത് പാരായണം ചെയ്യും. വകാന യുതീലു, അത് ഏതൊക്കെ റക്അത്തുകളിലാണ്? ഫജ്റിന്റെ 2 റക്അത്തിലും ബാക്കിയുള്ള നിസ്കാരങ്ങളിലെല്ലാം ആദ്യത്തെ 2 റക്അത്തിലുമാണ് എന്ത് ചെയ്യാറുള്ളത്? സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം വേറെ ഏതെങ്കിലും സൂറത്ത് പാരായണം ചെയ്യാറുള്ളത്. വകാന യുതീലുഹാ താറതൻ വയുഖഫിഫുഹാ ലിആരിദിൻ മിൻ സഫരിൻ ഔ ഗൈരിഹി, ചില സമയത്ത് ആ സൂറത്ത് സുദീർഘമായിട്ടുള്ള വലിയ സൂറത്തുകൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്തതായി വന്നിട്ടുണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ വളരെ ചെറുതായിട്ട്, പ്രത്യേകിച്ചും യാത്രയിലോ അല്ലെങ്കിൽ മറ്റു പല സന്ദർഭങ്ങളിലോ പ്രത്യേക സന്ദർഭങ്ങളിലെല്ലാം ചുരുങ്ങിയ ചെറിയ സൂറത്തുകൾ പാരായണം ചെയ്തതായി വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പറയും ഏതൊക്കെ സൂറത്തുകളായിരുന്നു എന്നുള്ളത്. വയുതവസ്സതു ഫീഹാ ഗാലിബൻ, അധിക സന്ദർഭങ്ങളിലും ഒരു മിതത്വം നിറഞ്ഞ, അഥവാ വലിയ ദൈർഘ്യവും ഇല്ല എന്നാൽ വളരെ ചെറുതുമല്ലാത്ത അവസ്ഥയിലുള്ള സൂറത്തുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിൽ പാരായണം ചെയ്തിരുന്നത്. അപ്പോ നമ്മൾ നിസ്കാരം ആരംഭിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിന്റെ രീതി പറഞ്ഞു, തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞു, ഫാത്തിഹ പാരായണം, സൂറത്തിന്റെ പാരായണം. അടുത്ത ഫസ്ല് കിതാബിൽ കൊടുത്തിട്ടുള്ളത് ഫസ്ലുൻ ഫീ ഖിറാഅത്തി സ്വലാത്തിൽ ഫജ്ർ, ഫജ്ർ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം എങ്ങനെയായിരുന്നു എന്നതാണ്. വകാന യഖറഉ ഫിൽ ഫജ്ർ ബിനഹ്വി 60 ആയതൻ ഇലാ 100, ഫജ്ർ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 60 മുതൽ 100 വരെ ആയത്തുകളാണ് പാരായണം ചെയ്തിട്ടുണ്ടായിരുന്നത്. 60 മുതൽ 100 വരെ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യാറുണ്ടായിരുന്നു. കാരണം ഫജ്ർ നിസ്കാരത്തിന്റെ പാരായണത്തെ പറ്റി പ്രത്യേകം ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ട്. ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ, ഫജ്റിലെ ആ പാരായണം അത് നിസ്കാരത്തിലെയാണെന്നും അതല്ല ആ സമയത്തുള്ള രാത്രി നിസ്കാരത്തിലെ ഖുർആൻ പാരായണമാണെങ്കിലും അത് സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ് എന്ന് പ്രത്യേകം പറഞ്ഞതായി കാണാം. കാരണം രാത്രിയിലെ മലക്കുകളും പകലിലെ മലക്കുകളും ഒരുമിക്കുന്ന ഒരു സമയമാണ് ഫജ്റിന്റെ സമയം. അവിടെയുള്ള ഖുർആൻ പാരായണം 2 കൂട്ടർ മലക്കളും സാക്ഷ്യം വഹിക്കുന്ന ഒരു കാര്യമായിട്ട് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ച് നീട്ടി ഓതാറുള്ള സമയമാണ് ഫജ്റിന്റെ സമയം. വസല്ലഹ ബിസൂറത്തി ഖാഫ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജ്ർ നിസ്കാരത്തിൽ സൂറത്തു ഖാഫ് പാരായണം ചെയ്തിട്ടുണ്ട്. സൂറത്തു ഖാഫ് മുഴുവനായി പാരായണം ചെയ്ത് കാണാം. വസല്ലഹ ബിസൂറത്തി റൂം, ചില സന്ദർഭങ്ങളിൽ സൂറത്തു റൂം പാരായണം ചെയ്തിട്ടുണ്ട്. വസല്ലഹ ബിഇദശംസു കുവ്വിറത്, ഇദശംസു കുവ്വിറത് ഓതിയിട്ടും ഫജ്ർ നിസ്കരിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഹദീസുകളുണ്ട് കേട്ടോ. ഈ ഓതിയതിനെല്ലാം തെളിവുകളായിട്ട് ഹദീസുകളുണ്ട്. നമ്മൾ തെളിവുകൾ കൂടുതൽ പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചു പോകാത്തത് കൊണ്ടാണ് തെളിവുകൾ ഹദീസുകൾ പറയാത്തത്. വസല്ലഹ ബിസൂറത്തി ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ ഫി റക്അതൈനി കിൽതൈഹിമാ, ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്റിലെ 2 റക്അത്തിലും സൂറത്ത് സൽസല ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ എന്നുള്ള സൂറത്തിനെ പാരായണം ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ റക്അത്തിലും അത് പാരായണം ചെയ്തു, രണ്ടാമത്തെ റക്അത്തിലും അത് പാരായണം ചെയ്തു. അതൊരു യാത്രയിലായിരുന്നു. ഒരു യാത്രയിൽ ഒരേ സൂറത്ത് 2 റക്അത്തിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തതായിട്ട് വന്നിട്ടുണ്ട്. വസല്ലഹ ബിൽ മുഅവ്വദതൈനി, ഒരു സമയം ഒരു യാത്രയിൽ ഒന്നാമത്തേതിൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും രണ്ടാമത്തേതിൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസും പാരായണം ചെയ്തിട്ടുണ്ട്. വകാന ഫി സഫർ, അത് യാത്രയിലായിരുന്നു. വസല്ലഹ, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യാത്രയിൽ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ കുറഞ്ഞ ചെറിയ സൂറത്തുകൾ പാരായണം ചെയ്താൽ മതി. യാത്രയിൽ ചില ആളുകൾക്ക് അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം അവർ യാത്രയിലാണെങ്കിലും വലിയ സൂറത്തുകളെല്ലാം പാരായണം ചെയ്ത് കാണാം. ഇപ്പോൾ ജംഉ ഖസ്റോ ഒക്കെ ആയിട്ട് നിസ്കരിക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ പോലും വലിയ സൂറത്തുകൾ പാരായണം ചെയ്യും. അത് സുന്നത്തിനെതിരാണ്. സുന്നത്തായിട്ടുള്ള രീതി ചെറിയ സൂറത്തുകൾ അല്ലെങ്കിൽ ചെറിയ കുറഞ്ഞ ആയത്തുകളാണ് യാത്രയിൽ പാരായണം ചെയ്യേണ്ടത്. വസല്ലഹ ഫസ്തഫ്തഹ സൂറത്തുൽ മുഅ്മിനൂൻ, അങ്ങനെ ഒരു നിസ്കാരത്തിൽ ഫജ്ർ നിസ്കാരത്തിൽ സൂറത്തുൽ മുഅ്മിനൂൻ പാരായണം ചെയ്ത് ആരംഭിച്ചു. ഹത്താ ഇദാ ബലഗ ദിക്ര മൂസ വ ഹാറൂൻ ഫി റക്അത്തിൽ ഊല,
സൂറത്തുൽ മുഅ്മിനൂനിൽ 45, 46 ആയത്തുകളിൽ മൂസാ നബി അലൈഹിസ്സലാമിനെയും ഹാറൂൻ നബിയെയും പരാമർശിക്കുന്ന ആയത്തെത്തിയപ്പോൾ ഒന്നാമത്തെ റക്അത്തിൽ അവസാനിപ്പിച്ചു. അഖദത്ഹു സഅലത്തുൻ ഫറഖ, കാരണം തൊണ്ടയിൽ ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ മുഅ്മിനൂൻ പാരായണം ചെയ്ത് ആരംഭിച്ച് പാരായണം ചെയ്തു. 45, 46 ആയത്ത് എത്തിയ സമയത്ത് തൊണ്ടയിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ ആ റക്അത്തിൽ അവിടെ അവസാനിപ്പിക്കുകയും അടുത്ത റക്അത്തിൽ അതിനെ തുടർന്ന് പാരായണം ചെയ്യുകയും ഉണ്ടായി. വകാന യുസല്ലിഹാ യൗമൽ ജുമുഅ ബിഅലിഫ് ലാം മീം അസ്സജ്ദ വഹൽ അതാ അലൽ ഇൻസാൻ. വെള്ളിയാഴ്ച ദിവസം യൗമുൽ ജുമുഅയിലെ ഫജ്ർ നിസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ അലിഫ് ലാം മീം സജ്ദയും രണ്ടാമത്തെ റക്അത്തിൽ ഹൽ അതാ അലൽ ഇൻസാൻ എന്ന് ആരംഭിക്കുന്ന സൂറത്തുൽ ദഹർ എന്ന പേരുണ്ട്, സൂറത്തുൽ ഇൻസാൻ എന്ന പേരുണ്ട്. ആ സൂറത്തുമാണ് പാരായണം ചെയ്തിരുന്നത്. ഒന്നാമത്തെ റക്അത്തിൽ അലിഫ് ലാം മീം സജ്ദയും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇൻസാനും. ലിമസ്തമലത അലൈഹി മിനൽ മബ്ദഇ വൽ മആദ്. എന്തുകൊണ്ടാണ് ഈ രണ്ട് സൂറത്തുകൾ പാരായണം ചെയ്യാനുള്ള കാരണം? ആ രണ്ട് സൂറത്തുകളിൽ മനുഷ്യന്റെ തുടക്കവും മനുഷ്യന്റെ മആദും, മബ്ദ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതും അതുപോലെ മനുഷ്യൻ പരലോകത്ത് എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. വഖൽഖി ആദം, ആദം നബി അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. വദുഖൂലിൽ ജന്നതി വന്നാർ, സ്വർഗപ്രവേശനത്തെ കുറിച്ചും നരകപ്രവേശനത്തെ കുറിച്ചും പറയുന്നുണ്ട്. വദിക്രി മാ കാന വയകൂനു ഫി യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം യൗമുൽ ജുമുഅയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി പരാമർശിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പല മസ്ജിദുകളിലും ഇമാമിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടായിരിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടായിരിക്കാം വെള്ളിയാഴ്ച ദിവസത്തിൽ ഈ സുന്നത്ത് അധികം ആളുകളും പാലിക്കുന്നത് കാണാറില്ല. വെള്ളിയാഴ്ച ദിവസം ഫജ്ർ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്ത് ഈ രണ്ട് സൂറത്താണ്, അലിഫ് ലാം മീം സജ്ദയും ഈ ഹൽ അതാ അലൽ ഇൻസാൻ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ദഹറോ സൂറത്തുൽ ഇൻസാൻ എന്ന പേരുള്ള. ഇവിടെ എന്തുകൊണ്ടാണ് ഈ സൂറത്ത് പാരായണം ചെയ്യുന്നത്? കാരണം വെള്ളിയാഴ്ച ദിവസമാണ് മനുഷ്യൻ എന്ത് ചെയ്തത്? സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ആദം നബി അലൈഹി ഇസ്ലാമിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് വെള്ളിയാഴ്ച ദിവസമാണ്. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് വെള്ളിയാഴ്ച ദിവസമാണ്. ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് ലോകാവസാനം നടക്കുന്ന വെള്ളിയാഴ്ച ദിവസമാണ്. ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന വെള്ളിയാഴ്ച ദിവസമാണ്. ഹദീസുകളിൽ കാണാം, ജിന്നുവർഗവും മനുഷ്യവർഗവും അല്ലാത്ത മറ്റെല്ലാ ജന്തു ജീവജാലങ്ങളും വെള്ളിയാഴ്ചയായി കഴിഞ്ഞാൽ ഒരു പേടിച്ചിട്ട് വിറക്കും. കാരണം അത് അന്ത്യനാളിന്റെ ദിവസമാണോ എന്ന നിലക്ക്. അപ്പോ വെള്ളിയാഴ്ച ദിവസക്ക് ഒരുപാട് ഫദ്ലുണ്ട്, ധാരാളം ഹദീസുകൾ, 30 ചില്ലാനം ഫദ്ലുകൾ ജാദുൽ മആദിന്റെ ശരിയായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള കിതാബിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഒരു ബൃഹത്തായ ചർച്ച തന്നെ യൗമുൽ ജുമുഅയുടെ ഫദ്ലുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അപ്പൊ ആ ദിവസത്തിൽ പരാമർശിക്കുന്ന സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ ഓർമ്മിക്കാനും ചിന്തിക്കാനുമാണ് അലിഫ് ലാം മീം സജ്ദയും സൂറത്തുൽ ഇൻസാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തിട്ടുള്ളത്. ഈ രണ്ട് സൂറത്തുകളെയും തഫ്സീറുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആയത്തുകളുടെ അർത്ഥം തന്നെ നോക്കിക്കഴിഞ്ഞാൽ, അതിൽ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സൃഷ്ടിപ്പിനെ പറ്റി, മനുഷ്യന്റെ തുടക്കത്തെ പറ്റി, പരലോകത്തെ പറ്റി, ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി, സ്വർഗത്തെ പറ്റി, നരകത്തെ പറ്റി, അതിലെ സുഖസൗകര്യങ്ങൾ, സ്വർഗത്തിലെ സുഖസൗകര്യങ്ങളെ പറ്റി, നരകത്തിലെ ശിക്ഷകളെ പറ്റി, ഇതാണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ചിന്തിക്കാനാണ് ആ സൂറത്തുകൾ വെള്ളിയാഴ്ച ഫജ്റിൽ പാരായണം ചെയ്യുന്നത്. എന്നാൽ ധാരാളം ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് അലിഫ് ലാം സജ്ദയിൽ ഉള്ള സുജൂദ്, ആ സുജൂദ് ചെയ്യാൻ വേണ്ടിയാണ് ആ പാരായണം ചെയ്യുന്നത് എന്ന ആശയത്തിൽ ചില ആളുകൾ ആ സുജൂദിന്റെ ആയത്ത് വരെ എത്തി സുജൂദ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പാരായണം ചെയ്യില്ല. അല്ലെങ്കിൽ അലിഫ് ലാം സജ്ദ ഓതിയിട്ടില്ല എങ്കിൽ സുജൂദുള്ള വേറെ ഏതെങ്കിലും ഒരു സൂറത്ത്, ഓതി വെള്ളിയാഴ്ച ഫജ്റിന് സുജൂദ് ചെയ്യണം എന്ന നിലക്ക് കാണാൻ സാധിക്കും. അത് തെറ്റാണ്, അത് ജഹ്ലാണ്, അറിവില്ലായ്മയാണ്. തെറ്റിയെന്ന് പറഞ്ഞാൽ അത് സുന്നത്തിനോടെതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തുകൾ പാരായണം ചെയ്തിരുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കാനാണ്. ഉലമാക്കൾക്കിടയിൽ, സലഫുകൾക്കിടയിൽ രണ്ട് അഭിപ്രായം തന്നെ കാണാം. വെള്ളിയാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സജ്ദ പാരായണം ചെയ്തിട്ടുള്ളപ്പോൾ സുജൂദ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വരെയുണ്ട്. സുജൂദ് ചെയ്യാതിരിക്കലാണ് അവിടെ കാരണം, ഈ സൂറത്താണ് അതിന്റെ പ്രധാനം. ചില സലഫുകൾ, മുൻഗാമികളിൽ ചില ആളുകൾ ഇത് ധരിച്ചപ്പോൾ ഈ സുജൂദിനാണ് പ്രാധാന്യം എന്ന് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ അവർ സുജൂദ് ചെയ്യാതെ നിസ്കരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതേ ആശയം വരുന്ന വേറെ സൂറത്തുകൾ പാരായണം ചെയ്ത് ഈ സുജൂദിനല്ല പ്രാധാന്യം, അതിലെ ആയത്തുകൾക്കാണ് എന്ന്
പഠിപ്പിച്ചു കൊടുത്തതായിട്ടും കാണാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിലടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനാണ് ആ സൂറത്തുകൾ പാരായണം ചെയ്യേണ്ടത്. അല്ലാതെ അധികം ആളുകളും തിരിച്ചതുപോലെ ആ സുജൂദിന് വേണ്ടിയിട്ടല്ല. ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട്, ചില ആളുകൾ സ്ഥിരമായിട്ടൊരു മസ്ജിദിലായിരിക്കും പോവുക, പക്ഷെ വെള്ളിയാഴ്ച ദിവസം അവിടെ ഈ സൂറത്ത് സുജൂദ് ഇല്ലാത്തത് കൊണ്ട് ഈ സുജൂദ് ലഭിക്കാൻ വേണ്ടി വേറെ മസ്ജിദിൽ പോകും. അങ്ങനത്തെ ആളുകളെ കാണാം. അല്ലെങ്കിൽ ഈ സുജൂദ് ചെയ്തിട്ടില്ല എങ്കിൽ വലിയൊരു പ്രശ്നമാക്കുന്ന ആളുകളെ കാണാം. പക്ഷെ അവിടെ സുജൂദിനല്ല, അവിടെ ആ ദിവസത്തിൽ പ്രത്യേകത ഈ രണ്ട് സൂറത്തുകളിലുള്ള ആശയങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പറഞ്ഞു കമാ കാന യഖറഉ ഫിൽ മജാമിഇൽ ഇവാം കൽഅയാദ് വൽ ജുമുഅ ബിസൂറത്തി ഖാഫ് വഖ്തറബത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദിന്റെ സന്ദർഭങ്ങളിൽ, രണ്ട് ഈദുകളിൽ അതല്ലെങ്കിൽ അല്ലാതെയുള്ള പൊതുവായിട്ട് നിസ്കരിക്കുന്ന ഇസ്തിസ്ഖായിന്റെയോ അല്ലെങ്കിൽ കുസൂഫിന്റെയോ ഖുസൂഫിന്റെ എല്ലാം നിസ്കാരങ്ങളിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തിരുന്നത് ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഖാഫും രണ്ടാമത്തേതിൽ ഇഖ്തറബത് സൂറത്തുൽ ഖമറുമാണ്. അതല്ലെങ്കിൽ വസബ്ബിഹിസ്മ വൽ ഗാശിയ സൂറത്തുൽ അലയും അതുപോലെ സൂറത്തുൽ ഗാശിയും. ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ അലയും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഗാശിയുമാണ് ഈദ് പോലെയുള്ള നിസ്കാരങ്ങളിൽ, അല്ലെങ്കിൽ പൊതുവായി നിസ്കരിക്കുന്ന അല്ലാതെയുള്ള മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരമാവട്ടെ അതുപോലുള്ള നിസ്കാരങ്ങളിലെല്ലാം പാരായണം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ വെള്ളിയാഴ്ച ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്തതായി വന്നിട്ടുള്ള ജുമഅക്ക് പാരായണം ചെയ്തതായി വന്നിട്ടുള്ളതും ഒന്ന് സൂറത്തുൽ ജുമുഅയും ഒന്നാമത്തെ റക്അത്തിൽ, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ മുനാഫിഖൂനുമാണ്, അല്ലെങ്കിൽ സബ്ബിഹിസ്മയും ഗാശിയുമാണ്. ഇതിനെപ്പറ്റി ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്, പാരായണവുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ വരുന്നുണ്ട്. നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം എങ്ങനെയായിരുന്നു എന്നാണ് പറഞ്ഞത്, ഏതെല്ലാം സൂറത്തുകളായിരുന്നു എന്ന്. ബാക്കിയുള്ള നിസ്കാരങ്ങളിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ സൂറത്തുകളാണ് പാരായണം ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത്. വഅമ്മ الظهر ളുഹർ നിസ്കാരത്തിൽ ഫകാന യുതീലു ഖിറാഅതഹ അഹ്യാനൻ, ചിലപ്പോഴെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹർ നിസ്കാരത്തിൽ സുദീർഘമായി വലിയ സൂറത്തുകൾ പാരായണം ചെയ്യാറുണ്ട്. حتى قال أبو سعيد الخدري رضي الله عنه, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അദ്ദേഹം പറഞ്ഞു, കാനത് സ്വലാത്തു ദുഹരി തുഖാമു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ ദുഹർ നിസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുത്തു, നിസ്കാരം ആരംഭിച്ചു എന്ന് വിചാരിക്കാം. ഫയദ്ഹബു ദാഹിബ് ഇലൽ ബഖീഅ, ഒരാൾ ബഖീയിലേക്ക് പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് നബവിയുടെ അടുത്തുള്ള ബഖീയിലേക്ക് പോവുകയാണ്. ഫയഖ്ദി ഹാജതഹു, അവന്റെ ആവശ്യങ്ങൾ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ അതെല്ലാം ചെയ്ത് പൂർത്തീകരിച്ച് സുമ്മ യതവദ്ദഉ, പിന്നെ അവൻ വുളു എടുത്ത് സുമ്മ യഅതി മസ്ജിദിലേക്ക് നിസ്കരിക്കാൻ വരികയാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി റക്അത്തിൽ ഊല മിമ്മാ യുതവ്വിലുഹാ, ദീർഘമായി ഓതിയത് കൊണ്ട് അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിലായിരിക്കും? ഒന്നാമത്തെ റക്അത്തിൽ തന്നെ ആയിരിക്കും. നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്ത് നിസ്കാരം ആരംഭിച്ച ഒരാൾ ബഖയിൽ പോയി ആവശ്യങ്ങൾ കഴിഞ്ഞ് വുളു എടുത്ത് മസ്ജിദിലേക്ക് വന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുഹറിന്റെ ഒന്നാമത്തെ റക്അത്ത് പാരായണത്തിൽ തന്നെ ആയിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ചില സമയത്തിൽ അത്രത്തോളം ദീർഘമായി ദുഹറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാറുണ്ട്. وكان يقرأ فيها تارة بقدر ألف لام ميم تنزيل سجدة, അലിഫ് ലാം മീം സജ്ദ എത്രയുണ്ടോ അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യാറുണ്ടായിരുന്നു. വതാറതൻ ബിസബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, ചിലപ്പോൾ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല സൂറത്തുൽ അഅലയുടെ അത്ര പാരായണം ചെയ്യാറുണ്ട്. വല്ലൈലി ഇദാ യഗ്ഷ സൂറത്തുൽ ലൈൽ, വസ്സമാഇ ദാത്തിൽ ബുറൂജ് സൂറത്തുൽ ബുറൂജ്, അത് അത്രത്തോളം ആ സൂറത്തുകളുടെ വലുപ്പത്തോളം ളുഹറിൽ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ഇതെല്ലാം സഹാബികൾ ളുഹർ നിസ്കാരത്തിൽ സിറായിട്ടാണ്, ശബ്ദം കുറച്ചിട്ടാണ് ഓതുക. പക്ഷേ സഹാബികൾ എടുത്തെല്ലാം കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ള ഹദീസുകൾ കൊണ്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ കിതാബിൽ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് എല്ലാത്തിനും ഹദീസ് കൊടുക്കാത്തത്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഹജ്ജിന് വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് ഈ കിതാബ് എഴുതുന്നത് യാത്രയിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓർമ്മയിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതിൽ തന്നെ 99% ശരിയാണ്. അദ്ദേഹത്തിന്റെ ഇൽമിന്റെ ഒരു മഹത്വം നമ്മൾ ആലോചിച്ച് നോക്കണം. ഇന്ന് നമുക്ക് ഇന്റർനെറ്റും സൗകര്യം ഒക്കെ വെച്ചിട്ട് ഒരാൾ ഇരുന്നാൽ പോലും ചിലപ്പോ ഇങ്ങനെ ഒരു കിതാബ് എഴുതാൻ പറ്റൂല. നമുക്ക് 2 വാക്കടിച്ചാൽ ഹദീസ് കിട്ടും.
എന്നാൽ പോലും ഇത്രയും ഒരു ഭംഗിയിൽ ഇത്രയും കൃത്യമായ അടുക്കും ചിട്ടയിലും ഒരു കിതാബ് എഴുതാൻ ചിലപ്പോൾ സാധിച്ചോളണമെന്നില്ല. അപ്പൊ അദ്ദേഹം ഒരു യാത്രയിൽ എഴുതിയ കിതാബ് ആയതുകൊണ്ട് തന്നെ എല്ലാത്തിനും തെളിവ് കൊടുത്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ഇങ്ങനെ കൊടുത്തു എന്ന് മാത്രം. അതുകൊണ്ട് ശരിയാണെങ്കിൽ അബുൽ ഹസൻ അലി നദ്വിയോ അതോ ഇന്ത്യയിൽ തന്നെയുള്ള ഏതൊരു പണ്ഡിതൻ, അദ്ദേഹം ഒരുപാട് കാലം ജയിലിൽ അടക്കപ്പെട്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്റെ കയ്യിൽ ജാദുൽ മആദ് ഉണ്ടായതുകൊണ്ട് അത് വായിച്ച് ഞാൻ സമയം തീർക്കുമായിരുന്നു, എത്ര വായിച്ചിട്ടും എനിക്ക് മതിയായിട്ടില്ല എന്നുള്ളത്. അപ്പോ ആ രീതിയിലായതുകൊണ്ടാണ് എല്ലാത്തിനും ദലീൽ പറയാത്തത്. ഇതിന്റെ തഅലീഖുകളിലും ഷറഹുകളിലും എല്ലാം എല്ലാ ഹദീസുകളും കൊടുത്തിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ഇത് കേൾക്കുന്ന നിങ്ങൾക്കോ അല്ലെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്ന ആർക്കെങ്കിലുമോ ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ ദലീൽ വേണം എന്ന് പിന്നെ താല്പര്യപ്പെടുകയാണെങ്കിൽ പിന്നെ നൽകാവുന്നതാണ്. നമ്മൾ നമ്മുടെ ദർസ് ഈ കിതാബുമായി ബന്ധപ്പെട്ട് മാത്രം പോയിക്കോട്ടെ എന്നുകൊണ്ടാണ് ഇങ്ങനെ വായിക്കുന്നത്. അപ്പൊ ഇനി ഈ പറഞ്ഞ സൂറത്തുകൾ പാരായണം ചെയ്യാറുണ്ട്. വഅമ്മൽ അസ്റു, അസ്ർ നിസ്കാരത്തിൽ ഫഅല നിസ്ഫി മിൻ ഖിറാഅത്തി ദുഹ്രി ഇദാ ത്വാലത്, അസ്ർ നിസ്കാരം ദുഹർ നിസ്കാരത്തിൽ കുറെ ഓതിയിട്ടുണ്ട് എങ്കിൽ, വലിയ സൂറത്തുകളാണ് ഓതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പകുതി സമയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്ർ നിസ്കാരം ഉണ്ടായിരുന്നത്. വബിഖദ്രിഹാ ഇദാ ഖസുറത്, ഇനി ദുഹർ നിസ്കാരത്തിൽ ചെറിയ സൂറത്തുകളാണ് ഓതിയിട്ടുള്ളത് എങ്കിൽ അതേ അളവിലാണ് അസ്ർ നിസ്കാരം ഉണ്ടായിരുന്നത്. അതായത് ളുഹറും അസ്റും തമ്മിലുള്ള ബന്ധം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹറിൽ വലിയ സൂറത്ത് ഓതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പകുതിയോളം വരുന്ന സൂറത്തുകൾ ഓതി പകുതി സമയമാണ് അസ്ർ നിസ്കാരം ഉണ്ടാവാറുള്ളത്. ഇനി ളുഹർ നിസ്കാരം ചെറിയ സൂറത്തുകളാണ് ഓതിയിട്ടുണ്ടെങ്കിൽ അതേ അളവിൽ തന്നെയാണ് അസ്ർ നിസ്കാരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിരുന്നത്. വഅമ്മൽ മഗ്രിബു, ഇനി മഗ്രിബ് നിസ്കാരത്തിൽ ഫകാന ഹദിഹു ഫീഹാ ഖിലാഫ അമലിൻ നാസി അൽയൗമ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഇന്ന് കാലത്ത് ആളുകൾ ചെയ്യുന്നതിന് എതിരാണ് യഥാർത്ഥത്തിൽ മഗ്രിബ് നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. ഫഇന്നഹു സല്ലഹാ മറത്തൻ ബിൽ അറാഫ് ഫി റക്അതൈൻ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബ് നിസ്കാരത്തിന്റെ ആദ്യത്തെ 2 റക്അത്തിൽ സൂറത്തുൽ അറാഫ് മുഴുവൻ പാരായണം ചെയ്തിട്ടുണ്ട്. സൂറത്തുൽ അറാഫ് വലിയ സൂറത്താണ്. ആ സൂറത്തുൽ അറാഫ് മുഴുവൻ മഗ്രിബിന്റെ 2 റക്അത്തിലായിട്ട് പാരായണം ചെയ്തിട്ടുണ്ട്. വമറത്തൻ ബിത്തൂർ വമറത്തൻ ബിൽ മുർസലാത്ത്, ഇടക്ക് സൂറത്തു തൂർ കൊണ്ട് അതുപോലെ സൂറത്തുൽ മുർസലാത്ത് കൊണ്ട് അങ്ങനെ ഓതിയിട്ടുണ്ട്. വഅമ്മൽ മുദാവമതു അലാ ഖിറാഅത്തിൽ ഖിസാറിൽ മുഫസ്സൽ ഫീഹാ, ഇവിടെ മഗ്രിബ് നിസ്കാരത്തിൽ ഖിസാറുൽ മുഫസ്സൽ എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ദുഹ മുതൽ അവിടുന്ന് താഴോട്ടുള്ള സൂറത്തുകളാണ്. ആ സൂറത്തുകൾ മാത്രം സ്ഥിരമായി പാരായണം ചെയ്യുക, അത് മാത്രമേ പാരായണം ചെയ്യൂ എന്നുള്ളത് ഫഹുവ മിൻ ഫിഅലി മർവാന വലിഹാദ അൻകറ അലൈഹി സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, അത് മർവാൻ ഇബ്നു അൽ ഹക്കം, മദീനയുടെ അമീറായിരുന്ന അന്ന് കാലത്തുണ്ടായിരുന്ന മർവാൻ ഇബ്നു ഹക്കമിന്റെ രീതിയായിരുന്നു. അത് അദ്ദേഹം ഇമാമായി നിൽക്കുമ്പോൾ മഗ്രിബിൽ ദുഹയ്ക്ക് താഴെയുള്ള സൂറത്തുകൾ മാത്രമേ പാരായണം ചെയ്യാറുള്ളൂ. അത് കണ്ടിട്ട്, അത് സ്ഥിരമായി ചെയ്യുന്നത് കണ്ടിട്ട് അന്ന് ജീവിച്ചിരുന്ന സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഇത് ശരിയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ സൂറത്തുകളും മഗ്രിബിൽ ഓതിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തെ ഇൻകാർ ചെയ്തത് കാണാം. അപ്പൊ അത് ചില ആളുകൾ ധരിച്ചിട്ടുണ്ട് പിന്നെ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് എന്നത്. പക്ഷേ ഫിഖഹിന്റെ പണ്ഡിതന്മാർ ഉലമാക്കൾ മഗ്രിബിൽ ഇത് ഓതലാണ് ഉത്തമം എന്ന അഭിപ്രായവും ചർച്ചയും ഉണ്ട്. ഇവിടെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും രീതികളും മാത്രം പറയുന്നത് കൊണ്ടാണ് ഈ രീതിയിൽ പറയുന്നത്. മറ്റൊരു കാര്യം ഇതോടൊപ്പം മനസ്സിലാക്കേണ്ടത്, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹയുടെ നിസ്കാരത്തെ പറ്റി തന്നെ ബാക്കിയുള്ള പണ്ഡിതന്മാർ പറയാറുള്ളത് അദ്ദേഹം സുദീർഘമായി നിസ്കരിക്കുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന്റെ നിസ്കാരം വളരെ ദൈർഘ്യമായി, രാത്രി നിസ്കാരമാവട്ടെ, ഫർളാവട്ടെ, റവാത്തിബാവട്ടെ, ഒരുപാട് ഖുർആൻ പാരായണം ചെയ്ത് നിസ്കരിക്കുന്ന ആളായിരുന്നു ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്. അതിൽ വളരെ ശിദ്ദത്ത് കാണിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ സമകാലത്തുള്ള പണ്ഡിതന്മാർ തന്നെ അദ്ദേഹത്തിനോട് ഇത്രയും ദീർഘിച്ച് നിസ്കരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന ചർച്ചകൾ കാണാം. അദ്ദേഹത്തിന്റെ കിതാബുസ്സല, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹയുടെ കിതാബാണ് കിതാബുസ്സല, അതിൽ ആ വിഷയമെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ കുറച്ച് ശിദ്ദത്ത് കാണിച്ച ആളായതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ ഒരു കടുംപിടുത്തം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹയുടെ രീതിയിൽ കാണാം. എന്നാൽ പിൽക്കാലത്ത് ഫിഖഹിന്റെ പണ്ഡിതന്മാർ ഓരോ നിസ്കാരത്തിലും എത്രത്തോളമാണ് പാരായണം ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. قال ابن عبد البر رحمه الله പറഞ്ഞു, روي عنه أنه قرأ في المغرب ألف لام ميم صاد والصافات وبالدخان وسبح اسم ربك الأعلى. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറാഫും
സാഫാത്തും ദുഹാനും സൂറത്തുൽ അലയും മഗ്രിബിൽ ഓതിയതായി വന്നിട്ടുണ്ട്. വബിത്തീൻ സൂറത്തു തീൻ ഓതിയിട്ടുണ്ട്. മുഅവ്വിദത്തൈൻ ഓതിയിട്ടുണ്ട്. വബിൽ മുർസലാത്ത് വഹുവ മഷ്ഹൂറുൻ വഅന്നഹു കാന യഖറഉ ഫീഹാ ബിഖിസാറിൽ മുഫസ്സൽ വകുല്ലുഹാ ആസാറുൻ സിഹാഹുൻ മഷ്ഹൂറത്തുൻ. അപ്പോൾ മഗ്രിബിൽ ചെറിയ സൂറത്തുകൾ ഓതിയിട്ടുണ്ട്, വലിയ സൂറത്തുകൾ ഓതിയിട്ടുണ്ട്. ഇതെല്ലാം സ്വഹീഹായി കൊണ്ട് വന്നിട്ടുള്ള അറിയപ്പെട്ട അസറുകളാണ്. വഅമ്മൽ ഇശാഉ, ഇനി ഇശാഇന്റെ വിഷയത്തിൽ, ഇശാഉൽ ആഖിറ, ഇശാഇന്റെ വിഷയത്തിൽ ഫഖറഅ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീഹാ ബിത്തീൻ സൂറത്തു തീൻ വത്തീൻ വസ്സൈത്തൂൻ അത് പാരായണം ചെയ്തതായി വന്നിട്ടുണ്ട്. വവഖത ലിമുആദിൻ ഫീഹാ ബിവശംസി വദുഹാഹാ സൂറത്തു വശംസി വദുഹാഹാ സൂറത്തു ശംസ് അത് പാരായണം ചെയ്യാൻ മുആദ് റളിയല്ലാഹുവിനോട് പറഞ്ഞു കാണാം. അതുപോലെ തന്നെ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്നീ സൂറത്ത് പാരായണം ചെയ്യാൻ പറഞ്ഞത് കാണാം. അതുപോലെ വല്ലൈലി ഇദാ യഗ്ഷ വനഹ്വി അതുപോലെയുള്ള സൂറത്തുകൾ പാരായണം ചെയ്ത് കാണാം. വൻകറ അലൈഹി ഖിറാഅതഹു ഫീഹാ ബിൽ ബഖറ, ഇശാ നിസ്കാരത്തിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്തതിന് മുആദ് റളിയല്ലാഹുവിനെ ഇൻകാർ ചെയ്തിട്ടുണ്ട്. വഖാല ലഹു, മുആദ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, അഫത്താനുൻ അൻത യാ മുആദ്, മുആദേ നീ ഫിത്ന ഉണ്ടാക്കുകയാണോ? അതായത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുആദ് റളിയല്ലാഹു അൻഹു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം ചെയ്യാറുണ്ടായിരുന്ന ഒരു രീതി, അദ്ദേഹം ഇശാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജമാഅത്തായി നിസ്കരിക്കും. പിന്നീട് അദ്ദേഹത്തിന്റെ നാട്ടിൽ കുറച്ച് മാറി അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയി അവിടെ അദ്ദേഹം ഇമാമായി നിസ്കരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഫർള് നിസ്കാരം അദ്ദേഹം നിർവഹിച്ചു. അദ്ദേഹത്തിന്റെ നാട്ടിൽ അറിവുള്ള ആളായതുകൊണ്ടും ഖുർആനിൽ അറിവുള്ള ആളായതുകൊണ്ടും അദ്ദേഹം വീണ്ടും നഫിൽ, അദ്ദേഹത്തിന്റെ നഫിലാണ്, എന്നാൽ ബാക്കിയുള്ളവരുടെ മുമ്പിൽ ജമാഅത്തായിട്ട് ഇമാമായി നിസ്കരിക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം നിസ്കാരത്തിൽ പിന്നിൽ മഅ്മൂമായി വന്നൊരു വ്യക്തി അദ്ദേഹത്തിന്റെ 2 ഒട്ടകങ്ങളെ കെട്ടിയിട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് കഴിഞ്ഞ ഒട്ടകവുമായിട്ട് തിരിച്ചു പോകണം. പക്ഷെ മുആദ് റളിയല്ലാഹു അൻഹു ആ നിസ്കാരത്തിൽ സൂറത്തുൽ ബഖറ മുഴുവൻ പാരായണം ചെയ്തു. സൂറത്തുൽ ബഖറ പാരായണം ചെയ്തു. അദ്ദേഹം പിന്നിലുണ്ടായിരുന്ന ഈ വ്യക്തി പകുതിയിൽ നിസ്കാരം ഒറ്റയ്ക്ക് അദ്ദേഹം നിസ്കാരം പൂർത്തീകരിച്ച് ഈ ഒട്ടകങ്ങളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് മുആദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് പരാതിപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി, എന്ത്? അഫത്താനുൻ അൻത യാ മുആദ്, മുആദേ നീ ഫിത്ന ഉണ്ടാക്കുകയാണോ, നീ കുഴപ്പമുണ്ടാക്കുകയാണോ, ആൾക്കാർ പല രീതിയിലുള്ള ആൾക്കാർ പിന്നിൽ ഉണ്ടാവുമല്ലോ എന്ന രീതിയിൽ പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സൂറത്തുൽ അഅല, സൂറത്തു ശംസ്, സൂറത്തുൽ ലൈൽ ഇതുപോലെയുള്ള സൂറത്തുകൾ ഇശായിൽ പാരായണം ചെയ്താൽ പോരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അപ്പൊ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഫുഖഹാക്കൾ അവർ ഓരോ നിസ്കാരത്തിലും എത്രയാണ് പാരായണം ചെയ്യേണ്ടത് എന്നൊരു കണക്ക് പറഞ്ഞത് കാണാം. ഫജ്ർ നിസ്കാരത്തിൽ പാരായണം ചെയ്യാൻ വേണ്ടി പണ്ഡിതന്മാർ ഉലമാക്കൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിവാലുൽ മുഫസ്സൽ അഥവാ സൂറത്തു ഖാഫ് മുതൽ അമ്മ വരെയുള്ള, സൂറത്തു ഖാഫ് മുതൽ അമ്മ വരെയുള്ള, അമ്മ യതസഅലൂൻ വരെയുള്ള, സൂറത്തു നബ വരെയുള്ള അതിനിടയിലുള്ള സൂറത്തുകളാണ് ഫജ്റിൽ പാരായണം ചെയ്യാൻ വേണ്ടി ഉലമാക്കൾ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. വഫിൽ മഗ്രിബിലാണെങ്കിൽ ഖിസാർ അഥവാ ദുഹയ്ക്ക് ശേഷമുള്ള സൂറത്തുകൾ, അതായത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഉണ്ടാകുന്ന മഅ്മൂമിയങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ. അല്ലാതെയുള്ള നിസ്കാരങ്ങളിൽ വന്നിട്ടുള്ളത് ഇടയിലുള്ള അഥവാ അമ്മ മുതൽ ദുഹ വരെയുള്ള ഇടയിലുള്ള സൂറത്തുകളാണ് ദുഹറിലും അസ്റിലും അതുപോലെ ഇശായിലും പാരായണം ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് ഫുഖഹാക്കൾ ഈ പാരായണത്തിനെ വേർതിരിച്ചിട്ടുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുദീർഘമായി ഓതിയിട്ടുണ്ട്, കുറഞ്ഞതായി ഓതിയിട്ടുണ്ട്. മഅ്മൂമിയങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ച ഹദീസുകളും വന്നിട്ടുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഫതഅല്ലഖ അൻ-നഖാറൂന ബിഹാദിഹി അൽ-കലിമ. നഖാറൂൻ എന്ന് പറഞ്ഞാൽ കുറച്ച് മാത്രം ഓതിയിട്ട് നിസ്കരിക്കുന്ന ആളുകളെയാണ് നഖാറൂൻ എന്ന് പറയാം. ഇബ്നു ഖയ്യിം പറയാണ്, ഇപ്പോ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ നീ ഫിത്ന ഉണ്ടാക്കുകയാണോ എന്നുള്ളത്. നഖാറൂനായിട്ടുള്ള കുറച്ച് മാത്രം ഓതി നിസ്കരിക്കുന്ന ആളുകൾ ഈ വാക്കിനെ അവർ തെളിവായിട്ട് പിടിച്ചു. വലം യൽതഫിതു ഇലാ മാ ഖബ്ലഹ വമാ ബഅദഹ. അവർ ഇതിന് മുമ്പ് ശേഷമുള്ളതിലേക്ക് ഒന്നും നോക്കിയില്ല. ആകെ അവരെന്താ നോക്കിയുള്ളൂ? ഫിത്ന ഉണ്ടാക്കരുത് മുആദേ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ പേരും പറഞ്ഞ് വളരെ ചെറിയ സൂറത്തുകൾ മാത്രം പാരായണം ചെയ്ത് നിസ്കരിക്കുന്ന ആളുകളെ കാണാം. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു സുന്നത്തുകൾ പരിഗണിച്ചിട്ടേ ഇല്ല എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഒരു ആക്ഷേപം എന്നോണം അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് കൂടുതൽ സുദീർഘമായി നിസ്കരിക്കുന്നതായിരുന്നു ഇഷ്ടം.
എന്നാൽ വളരെ ചെറിയ സൂറത്തുകൾ മാത്രം ഓതി. ചില ഇപ്പോൾ അടുത്ത് നമ്മുടെ സുഹൃത്ത് ഖത്തറിൽ പോയ സമയത്ത് അവിടെ ഒരു മസ്ജിദിൽ ഫജ്റിന് സൂറത്തുൽ ഇഖ്ലാസും അതുപോലെ വേറെ ഏതോ ഒരു ചെറിയ സൂറത്ത് മാത്രം പാരായണം ചെയ്തു. അത് അവരുടെ സ്ഥിരമായി അങ്ങനെയാണ് ഓതാറ് എന്ന് കേട്ടു. അപ്പൊ അങ്ങനെയല്ല, ഈ പറഞ്ഞ സുന്നത്ത് അനുസരിച്ചിട്ട് ചെയ്യാനാണ് ഓരോ ആളുകളും ശ്രമിക്കേണ്ടത്. വഅമ്മൽ ജുമുഅതു, ജുമുഅ നിസ്കാരത്തിൽ ഫകാന യഖറഉ ഫീഹാ ബിസൂറതൈ അൽ ജുമുഅ വൽ മുനാഫിഖൂൻ, സൂറത്തുൽ ജുമുഅ ഒന്നാമത്തെ റക്അത്തിലും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ മുനാഫിഖൂനും പാരായണം ചെയ്തിട്ടുണ്ട്. വസൂറത്തൈ സബ്ബിഹ് വൽ ഗാശിയ, ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ അലയും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഗാശിയയും പാരായണം ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ച ദിവസം ജുമുഅ നിസ്കാരത്തിൽ ഈ രണ്ട് സൂറത്തുകളാണ് പാരായണം ചെയ്തിരുന്നത്. അതോടൊപ്പം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ് വഅമ്മൽ ഇഖ്തിസാറു അലാ ഖിറാഅത്തി അവാഖിരി സൂറത്തൈൻ, എന്നാൽ ഈ രണ്ട് സൂറത്തുകളുടെ അവസാനം മാത്രം പാരായണം ചെയ്യുക എന്നുള്ളത് ഫലം യഫ്അൽഹു ഖത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടേ ഇല്ല. നമ്മുടെ നാടുകളിൽ അധിക മസ്ജിദുകളിലുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ജുമയാണ് പാരായണം ചെയ്തതെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ആ ആയത്ത് മുതൽ ഓതും. മുനാഫിഖൂനിൽ യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹിക്കും ആ ആയത്ത് ഓതും. അതുപോലെ സബ്ബിഹിസ്മ പകുതിയിൽ നിന്ന് അവസാന ഭാഗം ഓതും. ഗാശിയാണെങ്കിലും അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി അവിടുന്ന് മുതൽ ഓതും. എന്താണ് ആ സൂറത്ത് ഓതിയെന്ന് കിട്ടാൻ വേണ്ടിയിട്ടും എന്നാൽ അവസാനത്തെ മാത്രം കുറഞ്ഞ് ഓതുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തല്ല അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവനായിട്ടാണ് പാരായണം ചെയ്തിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രീതി തന്നെ ഖുതുബ ചെറുതാക്കുകയും ഖുർആൻ പാരായണം അഥവാ നിസ്കാരം ദീർഘിപ്പിക്കുകയും ചെയ്യുക എന്നായിരുന്നു. ഇപ്പൊ ഹദീസുകളിൽ തന്നെ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന തൂല സ്വലാത്തി റജുലി വഖിസറ ഖുത്ബതിഹി മഇന്നത്തുൻ മിൻ ഫിഖ്ഹി, ഒരാളുടെ നിസ്കാരം ദീർഘിക്കുകയും ഖുതുബ ചെറുതാവുകയും ചെയ്യുക എന്നുള്ളത് അവന്റെ ഫിഖ്ഹിന്റെ അവന്റെ അവഗാഹത്തിന്റെ അടയാളമാണ്. മറ്റൊരു ഹദീസിൽ കാണാം ഫഅതീലു സ്വലാത വഖ്സുറു അൽ ഖുത്ബ, നിങ്ങൾ നിസ്കാരം ദീർഘിപ്പിക്കുക ഖുതുബ ചെറുതാക്കുകയും ചെയ്യുക എന്ന് ചുരുക്കുകയും ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജുമുഅ നിസ്കാരത്തിൽ ഇങ്ങനെ ഈ സൂറത്തുകൾ മുഴുവനായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തിരുന്നത്. വഅമ്മൽ അയ്യാദ്, ഈദിന്റെ നിസ്കാരങ്ങളിൽ ഫതാറത്തൻ യഖറഉ ബിഖാഫ് വഖതറബത് കാമിലതൈൻ, ചില സന്ദർഭങ്ങളിൽ സൂറത്തുൽ ഖാഫും അതുപോലെ സൂറത്തുൽ ഖമറും മുഴുവനായിട്ട് പാരായണം ചെയ്തിട്ടുണ്ട്. വതാറത്തൻ സൂറത്തൈ സബ്ബിഹ് വൽ ഗാശിയ, അല്ലെങ്കിൽ സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല സൂറത്തുൽ അലയും ഗാശിയയും മുഴുവൻ പാരായണം ചെയ്തിട്ടുണ്ട്. ഇനി വെള്ളിയാഴ്ച തന്നെ പെരുന്നാൾ ഈദ് ഉണ്ടായാലും രണ്ട് നിസ്കാരത്തിലും ഒരേ സൂറത്തുകൾ അഥവാ ഈദ് നിസ്കാരത്തിൽ സബ്ബിഹ് ഇസ്മയും ഗാശിയ ഓതിയിട്ടുണ്ടെങ്കിൽ ജുമുഅക്കും സബ്ബിഹ് ഇസ്മയും ഗാശിയയും ഓതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുണ്ട്. വഹാദൽ ഹദിയു അല്ലദി ഇസ്തമറ അലൈഹി ഇലാ അൻ ലഖിയ അല്ലാഹു അസ്സ വജൽ എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഈ രീതിയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ അഥവാ മരണം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയാണ് നിസ്കാരങ്ങളിൽ ഖുർആൻ പാരായണം ചെയ്തിട്ടുള്ളത്. വലിഹാദാ അഖദ ബിഹി അൽ ഖുലഫാ, അതുകൊണ്ട് തന്നെ ഇതേ രീതിയിലാണ് ഖലീഫമാർ പിന്നീട് വന്ന അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും അജ്മഈൻ പോലെയുള്ള ഖലീഫമാരും മാതൃക സ്വീകരിച്ചിട്ടുള്ളത്. ഫഖറ അബൂബക്കറിൻ ഫിൽ ഫജ്രി സൂറത്തുൽ ബഖറ ഹത്താ സല്ലമ ഖരീബൻ മിൻ തുലൂഇ ശംസ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫജ്റിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്ത് സൂര്യൻ ഉദിക്കുന്ന ആ സമയം വരെ ഫജ്ർ നിസ്കാരം നിർവഹിച്ചതായിട്ട് വന്നിട്ടുണ്ട്. വകാന ബഅദഹു ഉമർ റളിയല്ലാഹു അൻഹു യഖറഉ ഫീഹാ ബിയൂസുഫ്, സൂറത്ത് യൂസുഫ് പാരായണം ചെയ്തിട്ടുണ്ട് ഫജ്റിൽ. വന്നഹൽ, സൂറത്ത് നഹൽ പാരായണം ചെയ്തിട്ടുണ്ട്. സൂറത്ത് ഹൂദ് പാരായണം ചെയ്തിട്ടുണ്ട്. വബനി ഇസ്രായേൽ അഥവാ സൂറത്തുൽ ഇസ്രാ പാരായണം ചെയ്തിട്ടുണ്ട്. വനഹ്വിഹ, അതുപോലെയുള്ള വലിയ സൂറത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി ഉമർ റളിയല്ലാഹു അൻഹു അഥവാ രണ്ട് റക്അത്തിലും കൂടി ആ സൂറത്ത് പൂർണ്ണമായി ഓതുന്ന രീതിയിൽ ഈ വലിയ സൂറത്തുകൾ പാരായണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖലീഫമാരുടെയും രീതിയായിരുന്നു ഫജ്റിൽ വലിയ സൂറത്തുകൾ ഓതുക എന്നുള്ളത്. വഅമ്മാ ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഒരു വാക്ക്, ഈ ഒരു ഹദീസ്, ഇദാ അമ്മ അഹദുകുമുൻ നാസ ഫൽയുഖഫിഫ്, ആരെങ്കിലും ജനങ്ങൾക്ക് ഇമാമായി നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അവൻ ലഘുവായി നിസ്കരിക്കട്ടെ എന്നുള്ള ഈ ഹദീസ്. ഫത്തഖ്ഫീഫ് അംറുൻ നിസ്ബിയുൻ, ലഘുവാക്കുക എന്നത് മറ്റൊന്നിനോട് ചേർത്തി മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പൊ ലഘുവാക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ ചിന്തിക്കുക,
കുറച്ച് നിസ്കരിക്കുക എന്നുള്ളതാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ലഘുവാക്കുക എന്ന് പറഞ്ഞാൽ ചേർത്തി മനസ്സിലാക്കേണ്ടതാണ്. എന്തിനോടാ ചേർത്തേണ്ടത്? യർജിഉ ഫീഹി ഇലാ മാ ഫഅലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് എന്താണോ അതിലേക്കാണ് ചേർത്തി മനസ്സിലാക്കേണ്ടത്. ലഘുവായി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ ചെയ്തത് അങ്ങനെയാണ്. ലാ ഇലാ ശഹ്വത്തിൽ മഅ്മൂമീൻ, അല്ലാതെ മഅ്മൂമീങ്ങളുടെ ഇച്ഛക്കനുസരിച്ചിട്ടല്ല. മഅ്മൂമികൾക്ക് കുറച്ച് നിസ്കരിച്ചാൽ മതി, അപ്പൊ ഇമാം കുറച്ച് നിസ്കരിക്കുക, അങ്ങനെയല്ല വേണ്ടത് എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്. എന്നാൽ ഈ വിഷയത്തിൽ ആധുനികരായിട്ടുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കാറുള്ള ഒരു രീതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിന്ന് നിസ്കരിച്ചിരുന്നവർ ആരാണ്? സഹാബികളാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിസ്കരിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കാനും അതീവ താല്പര്യമുള്ള ആളുകളായിരുന്നു. അവർ അത് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഇന്ന് കാലത്ത് പല ആളുകളും, എന്നാൽ പിൽക്കാലത്തുള്ള ആളുകൾ ഈമാൻ കൊണ്ട് ദുർബലരാണ്, പലതുകൊണ്ടും ദുർബലരായിട്ടുള്ള ആളുകളാണ്. അപ്പോ അങ്ങനെയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്ന നിസ്കാരം ഒരു ബുദ്ധിമുട്ടായി, നിസ്കാരം ഒഴിവാക്കുന്ന അവസ്ഥയിലേക്ക് ഒരു ഭാരമായിട്ട് ഇമാമിങ്ങളാക്കാൻ പാടില്ല. അതുകൊണ്ട് അവർക്ക് താങ്ങാവുന്ന രീതിയിലെ പാരായണം ചെയ്യേണ്ടതുള്ളൂ എന്ന് ഉലമാക്കൾ ഈ ഹദീസുകളെ പറയാറുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഇത്രയും കടുപ്പത്തിൽ പറയാനുള്ള കാരണം അദ്ദേഹം നിസ്കാരം ദൈർഘ്യമായി നിസ്കരിക്കുന്ന വ്യക്തി ആയതുകൊണ്ടാണ്. വഹദീഹു الذي كان يواظب عليه هو الحاكم على كل ما تنازع فيه المتنازعون. അദ്ദേഹത്തിന്റെ ആഗ്രഹം പറയാണ്, എല്ലാ ഭരണാധികാരിയും ഇതുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്തതുപോലെയാണ് പാരായണം ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹം പറയാണ്. പക്ഷേ നമ്മൾ പിൽക്കാലക്കാർ വളരെ നമ്മുടെ പിന്നിൽ നിസ്കരിക്കുന്ന ആളുകൾ, പല തരത്തിലുള്ള ആളുകൾ ഉണ്ടാവും, പല ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാവും. പക്ഷെ അവർക്ക് ഭാരമാകാത്ത രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള ആ രീതിയിൽ നിസ്കരിക്കലാണ് ഇന്ന് കാലത്ത് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ സഹാബികൾ നിസ്കരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പാരായണം കേൾക്കാനുള്ള അതിയായ താല്പര്യത്തോടു കൂടിയാണ്. അതുകൊണ്ടാണ് കുറച്ച് നമുക്ക് പറ്റുന്ന രീതിയിൽ, നമ്മൾ ദുർബലരാണ് എന്ന നിലയ്ക്ക് തന്നെ പറ്റുന്ന രീതിയിൽ ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ വേണം നിസ്കരിക്കാൻ. وكان لا يعين سورة في الصلاة بعينها لا يقرأ إلا بها. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിസ്കാരത്തിനും ഇന്ന സൂറത്ത് എന്ന് പ്രത്യേകമായി ഓതിയിട്ടില്ല. അഥവാ ളുഹറിന് ഇന്നത്, ഇന്ന ദിവസത്തെ ളുഹറിന് ഇന്നത്, ഇന്ന ദിവസത്തെ അസറിന് ഇന്നത്, ഇന്ന ദിവസത്തെ ഇശാഇന് ഇന്നത്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തിട്ടില്ല. ഇല്ലാ ഫിൽ ജുമുഅത്തി വൽ ഈദൈൻ, ജുമുഅക്കും അതുപോലെ തന്നെ ഈദിന്റെ സമയത്തുമല്ലാതെ. وكان من هذه قراءة السورة وربما قرأها في الركعتين واما قراءة اواخر السور واوساطها فلم يحفظ عنه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ ഓതുന്ന രീതി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതാറുള്ളത് ആദ്യം മുതലാണ്, ഒരു സൂറത്തിന്റെ തുടക്കം മുതലാണ് പാരായണം ചെയ്യുക. ചിലപ്പോൾ ആ സൂറത്തിന്റെ തുടക്കം തുടങ്ങി ബാക്കി ഇടയിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ റക്അത്തിൽ അതിന്റെ ബാക്കി ഓതും. അതല്ലാതെ ഇടയിൽ നിന്ന് ഓതാറുള്ള രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നില്ല എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്. ഉലമാക്കളും അത് തന്നെയാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. സിഫത്തുസ് സ്വലാത്ത് നബിൽ ഷെയ്ഖ് അൽബാനി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്റിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൽ, ഫജ്റിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൽ ഏത് സൂറത്തെ പാരായണം ചെയ്യേണ്ടത്? സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസുമാണ്. എന്നാൽ ചില സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ബഖറയിലെ 136-ാമത്തെ ആയത്ത് ഖുലു ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ആലി ഇംറാനിലെ 64-ാമത്തെ ആയത്ത് തആലു ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ എന്ന് ഓതിയിട്ടുണ്ട്. അപ്പോൾ സൂറത്തിന്റെ ഇടയിൽ നിന്ന് ഓതിയതാണ്. പിന്നെ ഉലമാക്കളിലുള്ള ചർച്ച സുന്നത്തിൽ ഓതിയ ആ വിധി ഫർളിന് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതാണ്. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫർള് നിസ്കാരത്തിൽ ചെയ്തിരുന്ന രീതി സൂറത്തിന്റെ ആരംഭം മുതൽ പാരായണം ചെയ്യും. ചിലപ്പോൾ ഒന്നാമത്തെ റക്അത്തിൽ അത് മുഴുവൻ തീർക്കും, അതല്ലെങ്കിൽ അതിന്റെ പകുതിയിലോ ഏതെങ്കിലും ഭാഗത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഭാഗത്ത് അതിന്റെ ബാക്കി ഓതി അവസാനിപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. ഇടയിൽ നിന്ന് ഓതിയതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല, ഫജ്റിന് മുമ്പുള്ള ഈ സുന്നത്തിൽ ഓതിയിട്ടുള്ളതല്ലാതെ. അപ്പൊ സുന്നത്തിൽ ഓതിയ വിഷയം ഫർളിന് പറ്റിയോ ഇല്ലയോ എന്നുള്ള ചർച്ചയാണ് ഉലമാക്കൾക്കിടയിൽ ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ ഓതുന്നതുകൊണ്ട് തെറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. وَأَمَّا قِرَاءَةُ السُّورَتَيْنِ فِي رَكْعَةٍ فَكَانَ يَفْعَلُهُ فِي النَّافِلَةِ. ഒരേ റക്അത്തിൽ രണ്ട് സൂറത്തുകൾ പാരായണം ചെയ്യുക എന്നത്, ഒരു റക്അത്തിൽ തന്നെ ഒന്നിൽ കൂടുതൽ സൂറത്തുകൾ പാരായണം ചെയ്യുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നഫ്ലുകളായ നിസ്കാരത്തിലാണ് ചെയ്തിരുന്നത്.
ഉദാഹരണത്തിന് രാത്രി നിസ്കാരത്തിൽ ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നിസ്കാരത്തിൽ ഒരേ റക്അത്തിൽ സൂറത്തുൽ ബഖറയും നിസാഉം ആലി ഇംറാനും എല്ലാം ഓതിയിരുന്നത്. ഫർളിൽ ഒരേ റക്അത്തിൽ 2 സൂറത്തുകൾ ഓതിയതായി വന്നിട്ടില്ല. വമ്മാ ഖിറാഅത്തു സൂറത്തിൻ വാഹിദത്തിൻ ഫീ റക്അതൈനി മഅൻ ഫഖല്ലമാ കാന യഫ്അലുഹു. ഇടയ്ക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാറുള്ള രീതിയാണ് 2 റക്അത്തിലും കൂടി ഒരു സൂറത്ത് ഓതും. അതായത് പിന്നെ ഒരേ സൂറത്ത് തന്നെ 2 റക്അത്തിൽ ഓതും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സൂറത്ത് ജൽജല ഓതി എന്നുള്ളത് വളരെ ചുരുങ്ങിയ എണ്ണത്തിലാണ് അങ്ങനെ ഉദ്ധരിച്ചിട്ടുള്ളൂ. 2 റക്അത്തിൽ ഒരേ സൂറത്ത് തന്നെ. ഫജ്റിലെ 2 റക്അത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമത്തെ റക്അത്തിലും ജൽജല ഓതി, രണ്ടാമത്തേതിലും ജൽജല ഓതി. അങ്ങനെ വളരെ ചുരുക്കം നബി സല്ലല്ലാഹു അലൈഹി ചെയ്തതായിട്ട് വന്നിട്ടുണ്ട്. വകാന യുതീലു റക്അത്തുൽ ഊല അല സാനിയതി മിൻ കുല്ലി സ്വലാത്തിൻ. എല്ലാ നിസ്കാരത്തിലും രണ്ടാമത്തെ റക്അത്തിനേക്കാൾ കുറച്ച് ദൈർഘ്യം ഉണ്ടാവാറുണ്ട് ഒന്നാമത്തെ റക്അത്തിന്. അഥവാ ഒന്നാമത്തെ റക്അത്തിന്റെ അത്ര രണ്ടാമത്തെ റക്അത്ത് ദൈർഘ്യം ഉണ്ടാവില്ല. ഖുർആൻ പാരായണത്തിലാവട്ടെ മറ്റുള്ള രീതിയിലാവട്ടെ ഒന്നാമത്തെ റക്അത്തിനേക്കാൾ കുറവായിരിക്കും രണ്ടാമത്തെ റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാറുള്ളത്. വറുബ്ബമാ കാന യുതീലുഹാ ഹത്താ ലാ യുസ്മഅ വഖഉ ഖദമിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സമയത്ത് അത് സുദീർഘമായിട്ട് തന്നെ നിസ്കരിക്കാറുണ്ടായിരുന്നു. ഫൈദാ ഫർഗ മിനൽ ഖിറാഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിറാഅത്തിൽ നിന്ന് തീർന്നു കഴിഞ്ഞാൽ അഥവാ ഫാത്തിഹ പാരായണം ചെയ്തതിനു ശേഷം സൂറത്ത് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ റഫഅ യദൈഹി വകബ്ബറ റാകിഅൻ. കൈകൾ ഉയർത്തി തക്ബീർ പറഞ്ഞുകൊണ്ട് റുക്കൂഇലേക്ക് പോകും. അപ്പൊ എന്തായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിലെ ഖുർആൻ പാരായണത്തിന്റെ രീതി കഴിഞ്ഞു. അതിനുശേഷം കൈകൾ ഉയർത്തി തക്ബീർ പറഞ്ഞുകൊണ്ട് റുക്കൂഇലേക്ക് പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ കൈകൾ ഉയർത്തിയതായി 4 സന്ദർഭങ്ങളാണുള്ളത്. 3 എണ്ണത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ 4ാമത്തേതിൽ ഉലമാക്കൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് കൈകൾ ഉയർത്തിയിട്ടുണ്ട്. രണ്ടാമത്തേത് ഇപ്പോൾ പറഞ്ഞ റുക്കൂഇലേക്ക് പോകുന്ന സമയത്ത് കൈകൾ ഉയർത്തിയിട്ടുണ്ട്. മൂന്നാമത്തേത് റുക്കൂഇൽ നിന്ന് ഉയരുന്ന സമയത്ത് കൈകൾ ഉയർത്തിയിട്ടുണ്ട്. 4ാമത്തേത് ഒന്നാമത്തെ തശഹുദ് കഴിഞ്ഞ് അഥവാ 2ാമത്തെ റക്അത്തിൽ തശഹുദ് കഴിഞ്ഞ് 3ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ കൈകൾ ഉയർത്തിയിട്ടുണ്ട്. അത് ഈ 4ാമത് പറഞ്ഞതിൽ മാത്രം പണ്ഡിതന്മാർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഉയർത്തണോ വേണ്ടയോ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ബാക്കിയുള്ള 3 സന്ദർഭങ്ങളിലും കൈകൾ ഉയർത്തിയിട്ടുണ്ട്. അപ്പോ സൂറത്ത് പാരായണം ചെയ്ത് കൈകൾ ഉയർത്തിയിട്ട് റുക്കൂഇലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിരുന്നത്. വവളഅ കഫൈഹി അലാ റുക്ബതൈഹി കൽഖാബിളി അലൈഹിമാ. 2 കഫ് കൊണ്ട് കൈപ്പത്തി കൊണ്ട് കാൽമുട്ടിനെ മുഴുവനായിട്ട് പിടിക്കാറുണ്ടായിരുന്നു. പല ആളുകളും തെറ്റ് ചെയ്യുന്ന രീതി, ചിലർ കാലിന്റെ ഈ ഭാഗത്ത് വെക്കും, ചിലർ തുടയിൽ വെക്കും. അങ്ങനെയല്ല, കാൽമുട്ടിനെ ചുറ്റിപ്പൊതിഞ്ഞ് പിടിക്കുന്ന രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കൂഇൽ കൈകൾ വെക്കാറുള്ളത്. വവത്തറ യദൈഹി ഫനഹാഹുമാ അൻ ജൻബൈഹി. തന്റെ പാർശ്വത്തിൽ നിന്ന് കൈകളെ വിടർത്തി വെക്കാറുണ്ട്. കൈകളെ 2 കൈകളെയും മുട്ടിൽ ഈ കൈപ്പത്തി വെച്ച് പിന്നെ ഈ 2 കൈകളെ തന്റെ ശരീരഭാഗത്തിൽ നിന്ന് വിടർത്തി വെക്കാറുണ്ട്. ഇപ്പൊ സുഫുകളായി നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ തന്നെ ചേർത്തി വെക്കാതെ പരമാവധി വിട്ടു വേണം റുക്കോയിന്റെ സമയത്ത് വെക്കാൻ വേണ്ടി. ചില ആളുകൾ റുക്കോ ഒന്നുകൂടി ഭംഗി ആയിക്കോട്ടെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ നിസ്കരിക്കുന്നതാണ്. റുക്കോ ചേർത്ത് വെച്ചിട്ട് അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിടർത്തിയിട്ടാണ് വെക്കാറുള്ളത്. അത് സൊഫുകളിൽ നിസ്കരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കുറച്ച് വിടർത്തിക്കൊണ്ട് വെക്കുക. വബസത ദഹ്റഹു വമദ്ദഹു വഅതദല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതുക് നിവർത്തി വെച്ചുകൊണ്ട് അഥവാ റുക്കോയിന്റെ സമയത്ത് അത് നേരെ നിൽക്കുന്ന അവസ്ഥയിൽ നിവർത്തിയിട്ട് വെക്കാറുണ്ട്. വലം യൻസിബ് റഅസഹു വലം യഖ്ഫിദ്ഹു. തല ഉയർത്തിയിട്ടോ താഴ്ത്തിയിട്ടോ വെക്കാറില്ല. ബൽ യജ്അലുഹു ഹിയാല ദഹ്രിഹി. മുതുക് എങ്ങനെയാണോ അതിന്റെ അതേ രീതിയിലാണ് തലയും വെക്കാറുള്ളത്. മുതുക് നേരെ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ തല മുകളിലേക്ക് പൊന്തിച്ചിട്ടോ താഴ്ത്തിയിട്ടോ അല്ല, ആ മുതുക് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലഭാഗവും വെക്കാറുണ്ടായിരുന്നത്. അപ്പോൾ റുക്കൂയിൽ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തേത് 2 കൈകൾ മുട്ടിന് മേലെ മുഴുവനായി പിടിച്ചുകൊണ്ട് വെക്കണം. അതുപോലെ തന്റെ ശരീരഭാഗത്തിൽ നിന്ന് കൈന്റെ ദിറ ഈ ഭാഗം വിടർത്തി വെക്കണം. അതുപോലെ തന്നെ മുതുക് എന്നുള്ളത് നേരെ നിവർത്തി, പിന്നെ താഴ്ന്നിട്ടോ പൊന്തിയിട്ടോ അല്ലാതെ നേരെ നിവർത്തി കൊണ്ട് വെക്കുക എന്നുള്ളത്. ഈ 3 കാര്യങ്ങളാണ് റുക്കൂഇന്റെ രൂപത്തിൽ ശ്രദ്ധിക്കേണ്ടത്.
വകാന യഖൂലു, ഇനി റുകൂഇൽ എന്തൊക്കെ ദിക്റുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നത്? സുബ്ഹാന റബ്ബി അൽ അദീം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലിയിരുന്നതായിട്ട് വന്നിട്ടുണ്ട്. കാരണം റുകൂ എന്നുള്ളത് ഫഅദ്ദിമു ഫീഹി റബ്ബ്, നിങ്ങളുടെ റബ്ബിനെ തഅളീം ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാറുണ്ടായിരുന്നു. സുബ്ഹാൻ എന്ന് പറഞ്ഞാൽ എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനാണ്. റബ്ബി, എന്റെ റബ്ബ്, അൽ അദീം, അവൻ മഹത്വമുള്ളവനാണ്. വതാറത്തൻ യഖൂലു മഅ ദാലിക ഔ മുഖ്തസിറൻ അലൈഹി, അല്ലെങ്കിൽ ചില സമയത്ത് സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി എന്ന് ചേർത്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, അതല്ലാതെ ഇത് മാത്രം പറഞ്ഞിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി, ഇങ്ങനെയും വന്നിട്ടുണ്ട്. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി, സുബ്ഹാനക അല്ലാഹും, അല്ലാഹു നീ എത്ര പരിശുദ്ധനാണ്, റബ്ബന ഞങ്ങളുടെ റബ്ബേ, വബിഹംദിക നിനക്കാണ് എല്ലാ സ്തുതിയും, അല്ലാഹുമ്മ ഗഫിർലി അല്ലാഹുവേ നീ എനിക്ക് പുറത്തു നൽകണമേ എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യുന്നതായിട്ട് വന്നിട്ടുണ്ട്. وكان ركوعه المعتاد مقدار 10 تسبيحات وسجوده كذلك. എത്ര നേരമാണ് റുകൂഇന്റെ സമയമായിട്ടുണ്ടായിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സന്ദർഭങ്ങളിൽ റുകൂ 10 തസ്ബീഹ് ചെല്ലാൻ, സുബ്ഹാന റബ്ബിയൽ അദീം എന്നാണെങ്കിൽ അത് 10 തവണ ചെല്ലാനുള്ള സമയമാണ് റുകൂഇനായിട്ട് അധികരിച്ച സമയമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തിട്ടുണ്ടായിരുന്നത്. കുറഞ്ഞത് 3 തവണയായിട്ടും ചെയ്തിട്ടുണ്ട്. 10 തവണ ചെല്ലിയിരുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സുജൂദും. വതാറത്തൻ യജ്അലു റുകൂഅ വസ്സുജൂദ ബിഖദ്രിൽ ഖിയാം, ചില സന്ദർഭങ്ങളിൽ എത്രയാണോ നിന്ന് ഖുർആൻ പാരായണം ചെയ്തത് അത്ര നേരം തന്നെ റുകൂഉം അത്ര നേരം തന്നെ സുജൂദും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നു. ചില സന്ദർഭത്തിൽ 10 തസ്ബീഹ് ചെല്ലുന്ന സമയം, ചില സന്ദർഭങ്ങളിൽ എത്ര നേരമാണോ ഖുർആൻ പാരായണം ചെയ്തത് അത്ര തന്നെ റുകൂഉം അത്ര തന്നെ സുജൂദും. വലാകിൻ കാന യഫ്അലു ദാലിക അഹ്യാനൻ ഫി സ്വലാത്തിൽ ലൈലി വഹ്ദഹു, പക്ഷേ ഖുർആൻ പാരായണത്തിന്റെ അത്ര സുജൂദും റുകൂഉം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നത് അധികവും രാത്രി നിസ്കാരത്തിലായിരുന്നു. രാത്രി നിസ്കാരത്തിൽ എത്രയാണോ നിന്ന് നിസ്കരിക്കാറുള്ളത്, എത്രയാണോ പാരായണം ചെയ്യാറുള്ളത് അത്ര സമയം തന്നെ റുകൂഇലായി നിൽക്കാറുണ്ട്, അത്ര സമയം തന്നെ സുജൂദിലായും നിൽക്കാറുണ്ട്. അപ്പൊ ഇമാമ് നിൽക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം മറ്റുള്ള ആളുകൾക്ക്, പിന്നിലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റയ്ക്കുള്ള രാത്രി നിസ്കാരങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അങ്ങനെയായിരുന്നു ചെയ്യാറുണ്ടായിരുന്നത്. ഹദിഹു അൽ ഗാലിബു തഅദീലു സ്വലാത്തി വതനാസുബുഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രീതി പൊതുവായിട്ട് നിസ്കാരത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഒരേപോലെ ചെയ്യുക എന്നുള്ളതായിരുന്നു. അഥവാ എത്രയാണോ നിന്ന് അത്ര തന്നെ റുക്കൂ, അത്ര തന്നെ ഇഅ്തിദാൽ, അത്ര തന്നെ സുജൂദ്, അത്ര തന്നെ ഇടയിലുള്ള ഇരുത്തം, അങ്ങനെ എല്ലാതും ഏകദേശം ഒരേ അളവിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊതുവായിട്ടുള്ള രീതി. വകാന യഖൂലു അയ്ദൻ ഫീ റുകൂഇഹി, റുകൂഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുപോലെ തന്നെ പറയാറുള്ള രാത്രി നിസ്കാരങ്ങൾ പ്രത്യേകിച്ച് ചൊല്ലാറുള്ള ചില ദിക്റുകളാണ് സുബ്ബൂഹൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്, എല്ലാവിധ പരിശുദ്ധനായിട്ടുള്ള സുബ്ബൂഹൻ ഖുദ്ദൂസ് ഒരേ ആശയം തന്നെയാണ്. റബ്ബുൽ മലായികതി വറൂഹ്, മലക്കുകളുടെയും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ റബ്ബ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇൽ പറയാറുണ്ട്. വതാറത്തൻ യഖൂൽ, അതുപോലെ തന്നെ മറ്റൊരു ദുആ റുകൂഇന്റെ സമയത്ത് ചൊല്ലാറുള്ളത് അല്ലാഹുമ്മ ലക റകഅതു, അല്ലാഹു നിനക്ക് ഞാനിതാ റുകൂ ചെയ്തിരിക്കുന്നു. വബിക ആമൻതു, നിന്നിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. വലക അസ്ലംതു, നിന്നിൽ ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു. ഖശഅ ലക സംഇ, എന്റെ കേൾവിയെ ഞാൻ നിനക്ക് കീഴൊതുക്കുന്നു. വബസരി, എന്റെ കാഴ്ചയെ. വമുഖി, എന്റെ മജ്ജയെ. വഅദ്മി വഅസബി, എന്റെ മാംസവും എന്റെ പേശികളുമെല്ലാം നിനക്ക് ഞാൻ കീഴൊതുക്കിയിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം രാത്രി നിസ്കാരത്തിലും അതുപോലെ സുന്നത്തായ നിസ്കാരങ്ങളിലൊക്കെ റുകൂഇൽ നമുക്ക് ചൊല്ലാവുന്ന ദിക്റുകളാണ്. ഇതല്ലാതെയും സഹീഹായിക്കൊണ്ട് തന്നെ ഹദീസുകളിൽ റുകൂഇന്റെ സമയത്തെല്ലാം ചൊല്ലേണ്ട ദിക്റുകൾ വേറെയും വന്നിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ട് നിസ്കരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിസ്കാരം നമുക്ക് കൂടുതൽ ആസ്വാദികരമായി അള്ളാഹുമായിട്ട് ബന്ധം ശക്തമാക്കുന്ന കാര്യമായിട്ട് മാറും. നിസ്കാരം അള്ളാഹുമായിട്ട് നമ്മെ ബന്ധിപ്പിക്കുന്ന അമലുകളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള കാര്യമാണ്.
അതുകൊണ്ട് ആ നിസ്കാരത്തിലെ ഇത് ഞാൻ വേഗം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഇതെല്ലാം ഇതുപോലെയുള്ള ദിക്റുകളും ദുആകളും പഠിക്കുകയും ഹിഫ്ളാക്കുകയും നമ്മുടെ നിസ്കാരത്തിൽ ചൊല്ലുകയും ചെയ്യുക. വഹാദാ ഇന്നമാ ഹുഫിള അൻഹു ഫീ ഖിയാമിൽ ലൈൽ. അപ്പോൾ ഈ പറഞ്ഞ അവസാനം പറഞ്ഞ രണ്ട് ദിക്റുകളെല്ലാം ഖിയാമുൽ ലൈലിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി ചൊല്ലിയിരുന്നത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. ഇനിയുള്ളത് ഇഅ്തിദാലുമായി ബന്ധപ്പെട്ട് ഇഅ്തിദാലിന്റെ രൂപവും അതിലുള്ള ദിക്റുകളും അതുപോലെ സുജൂദ് നിസ്കാരത്തിന്റെ എല്ലാ ഭാഗങ്ങളും വരുന്നുണ്ട്. പിന്നെ വളരെ നല്ല രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതികൾ സുന്നത്തുകൾ പറഞ്ഞുകൊണ്ടാണ് കിതാബ് ഓരോ ഭാഗങ്ങളും കടന്നു പോകുന്നത്. അപ്പോൾ കേൾക്കുന്ന കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിച്ചതല്ലാതെ ചിലപ്പോൾ ചെയ്യുന്നതുകൊണ്ട് തെറ്റുണ്ടായിക്കൊള്ളണമെന്നില്ല, പക്ഷെ സുന്നത്തിനോട് യോജിച്ച രീതിയിലായിട്ടുണ്ടാവില്ല നമ്മുടെ പല കാര്യങ്ങളും, അവിടെ റുക്കുവോ മറ്റു പല കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും ഈ ഓരോ ദർസ് കഴിയുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനോട് ചേർന്ന രീതിയിലായിരിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി പിന്നെ ഞാനും നിങ്ങളും ആ മാറ്റം നമ്മുടെ ഇബാദത്തുകളിൽ നിസ്കാരത്തിലും അതുപോലെ ജീവിതത്തിൽ ഉടനീളം വരുത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് ജീവിതത്തിനോട് യോജിച്ച് നിൽക്കുന്ന ആളുകളായി നമുക്ക് മാറാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല അതിന് നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.